ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന്. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സന്തോഷങ്ങൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളിപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ രാത്രി വേണമെങ്കിൽ ഞാൻ ജോലി ചെയ്തു കൊള്ളാം, എനിക്ക് സാമ്പത്തികമായ വരുമാനമാണ് എൻ്റെ ലക്ഷ്യം, എനിക്കിപ്പോൾ അതാണ് വേണ്ടത്, എനിക്കിപ്പം സാമ്പത്തികമാണ് അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ടത്, അതിനായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് മുന്നോട്ട് പോകാൻ, അതെനിക്ക് എപ്പോഴായാലും ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ഞാൻ നേടിക്കൊള്ളാം, യൂണിവേഴ്സ് എനിക്കത് സാധ്യമാക്കി തരൂ എന്നുള്ള ഒരു പ്രാർത്ഥനയിലിരിക്കുന്ന പോലെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിമുട്ടിയാലും ശരി, സാമ്പത്തികമായിട്ട് മണി കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്ന പെന്റക്കിളിന്റെ എനർജിയാണ്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ വന്നിരിക്കുന്ന 3 ഓഫ് വാൻസിന്റെ എനർജിയാണ്. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ മറ്റേതെങ്കിലും രാജ്യത്ത് ജോലിക്ക് വേണ്ടി പോകാൻ നോക്കിയിരിക്കുകയാവാം. ഇനി അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും. ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തന്ന് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവാം, അതിനായിട്ടുള്ള കാത്തിരിപ്പാവാം. ഇനി അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതിന് വേണ്ടി നോക്കിയിരിക്കുകയാവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ പാസ്പോർട്ട് ആകാം, വിസ ആവാം. എന്തായാലും നിങ്ങളിവിടെ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ അത്യുത്സാഹത്തോടുകൂടി പരിശ്രമിക്കാനും തയ്യാറാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ജമ്പിങ് കാർഡാണ്, ജമ്പ് ചെയ്തതാണ്. ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജി. ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമാണ്. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുക, ഇതുവരെ അനുഭവിച്ചിരുന്നതിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് വരണം. അപ്പൊ ഇതുവരെ ആരോടെങ്കിലുമൊക്കെ സാമ്പത്തികം ചോദിച്ച അച്ഛനോടായാലും അമ്മയോടായാലും മറ്റു വീട്ടിലുള്ളവരോടായാലും സാമ്പത്തികം മേടിച്ച് ചിലവാക്കിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇനി എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, അല്ല എങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നോട്ട് വരണം, എനിക്കൊന്ന് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം, എനിക്കൊന്ന് ഫ്രീഡം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനും എടുക്കാനും മറ്റുള്ളവരെല്ലാം ചുറ്റിനുമുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് സ്വയം ഫ്രീഡം നശിച്ചു പോകുന്ന എനർജിയാണ്, ഫ്രീഡം കിട്ടാത്ത ഒരു എനർജി പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഫ്രീഡം വേണം, മറ്റുള്ളവരോട് ചോദിക്കാതെ ചില കാര്യങ്ങളൊന്നും മുന്നോട്ട് നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ അനുവാദം വേണം. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ കഴിഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഫ്രീഡത്തിലൂടെ മുന്നോട്ട് വരണം, അല്ല എങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ചിന്തയാണ് ഇവിടെ പലർക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള സമയമായിരിക്കുന്നു. ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്ന. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതായത് സഫലത അനുഭവിക്കുന്നു കൂടുതലായിട്ട്. അതായത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നു. ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഇനി അതുമല്ല എങ്കിൽ ഓർണമെന്റ്സ് വാങ്ങിച്ച് സന്തോഷിക്കുന്നതാവാം. ഏതെങ്കിലും കാര്യത്തിലൊക്കെ
മറ്റ് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരാനുള്ള ചില സാഹചര്യം ഉണ്ടായിരിക്കാം. ഇനി അതുമല്ല, ഏതെങ്കിലും ടെസ്റ്റുകളിലൊക്കെ പാസ്സായിട്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജി ആവാം. ഇവിടെ കപ്പ് എനർജി അല്ലേ, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ സന്തോഷത്തിൻ്റെതായ ഒരു സഫലത, അധികമായിട്ട് സന്തോഷം അനുഭവിക്കുന്നു. അതായത് മനസ്സിൽ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ വന്നു ചേരാം, അവിടെ ഒരുപാട് സന്തോഷം അനുഭവിക്കാം അല്ലെ. അങ്ങനെ നോക്കി ഇരിക്കുന്നു, ആ ഒരു വ്യക്തി വന്നു ചേരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. അപ്പൊ ഇതിലൊക്കെ വരുമ്പോൾ, ഈ സാഹചര്യം വന്നു ചേരുമ്പോൾ ഒരുപാട് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ സാമ്പത്തികം കിട്ടിയിട്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കാം. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്, ഭൗതികപരമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയുള്ള സന്തോഷങ്ങളിൽ ഏർപ്പെടാനുള്ള സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ വീട്ടിലായാലും കുടുംബത്തിലായാലും എന്ത് കാര്യമായാലും നിങ്ങൾക്ക് കുറച്ചുകൂടി അസുഖങ്ങളിൽ നിന്നും ഭേദമായി മുന്നോട്ട് വരാനുള്ള സാഹചര്യം. ഇനി അതുമല്ല, മറ്റേതെങ്കിലും സാഹചര്യത്തിൽ നിന്നും കുറച്ചുകൂടി ഉയർച്ച വേണം, ചില ജോലിക്കാര്യങ്ങളിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും കുറച്ച് ഉയർച്ച വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നും നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാം. ഇനി അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലായാലും ഇവിടെ പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ്. അതനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളെ ഒരു സ്റ്റാറായിട്ട് കരുതാം. ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ സ്റ്റാറായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു താരമായിട്ട് തിളങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ താരമാകുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? തിളങ്ങുന്ന എനർജി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ ഉയർച്ചയിലേക്ക് വരികയാണ്. സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്ക് കുറച്ച് ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഉയർച്ച എന്ന് പറയുന്നത് വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഉയർച്ച അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം വരുന്ന സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോയി, അല്ല എങ്കിൽ ചില നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ ഓർത്തിട്ട് വിഷമിക്കുകയാണ്. നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ ഓർത്തിട്ട് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല, കാരണം അത് കഴിഞ്ഞു പോയി. ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് പ്രേ ചെയ്യുന്നത് ഇത് ഇങ്ങനെയാവണം, എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ നന്ദി പറയും. എനിക്ക് തന്നിട്ടുള്ള എല്ലാവിധ ഐശ്വര്യങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക്, ഒരുപാട് സമൃദ്ധിക്കും, എനിക്ക് സമൃദ്ധിയിൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ. ഈ ഒരു സമൃദ്ധിക്ക് ഞാൻ ഇവിടെ യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു എന്നാണ് പറയേണ്ടത്. അല്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ അല്പം വിഷമം ഉണ്ടാകുമ്പോൾ അവിടെ എനർജി ഒരുപാട് ഡൗൺ ആക്കി എങ്ങനെ ഇരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യങ്ങളും നിങ്ങളിലേക്ക് വരില്ല. സന്തോഷകരമായ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാമ്പത്തികം പോലും ലഭിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അത് വരില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. കാരണം ഇവിടെ നിങ്ങളുടെ വൈബ്രേഷൻ ലോയാണ്. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന വൈബ്രേഷൻ ഹൈ വൈബ്രേഷൻ ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനെ ഇരുന്നാൽ മാത്രം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും ഹയർ വൈബ്രേഷൻ ആയിരിക്കണം നിങ്ങളുടേത്. ഉയർന്ന ഒരു എനർജിയിൽ ഇരിക്കാൻ നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിക്കണം. അത് ശ്രദ്ധിക്കുകയും വേണം. എനർജി ലോ ആക്കി നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സാധിച്ചു കിട്ടത്തില്ല. എപ്പോഴും നെഗറ്റീവായിട്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കത് ലഭിക്കുമോ ഇങ്ങനെയുള്ള സംശയം, ഡൗട്ട് അടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ഹൈ വൈബ്രേഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് പ്രപഞ്ചം നമ്മളിലേക്ക് കണക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്ന, നമ്മളുടെ വൈബ്രേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന. അപ്പോഴാണ് മനസ്സിന് നമുക്ക് സമാധാനം കിട്ടുകയും ചെയ്യും. മനസ്സിലായി? അല്ല എങ്കിൽ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും.
അത് അങ്ങനെ ആവാൻ പാടില്ല. കാരണം നാളെ നല്ലത് വരും നിങ്ങൾക്ക്. ഇന്നലെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയി, ഇന്നലെ കുറച്ച് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പിണങ്ങി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഴയ കൂട്ടുകാർ, അങ്ങനെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ കഴിഞ്ഞു. ഇനി എപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല. ഇനി നല്ലതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അല്ലാതെ നഷ്ടബോധം എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. മനസ്സിലായി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു. ഇവിടെ കപ്പ് എനർജി, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി, അതായത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ എന്താണ്? വിശാഖം, അനിഴം, തൃക്കേട്ട, ഈ 3 നാളുകാർക്ക് ഉള്ള ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ലോ വൈബ്രേഷനിലിരിക്കും, ലോ എനർജിയിൽ. അതിങ്ങനെ ചിന്തിക്കും, അവരെന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ എന്നിങ്ങനെ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വളരെ അധികം നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക്. അത് കാരണം തന്നെ നിങ്ങളിലേക്ക് മറ്റ് ഐശ്വര്യവും സന്തോഷവും ഒന്നും വന്നു ചേരില്ല, സമൃദ്ധി വരില്ല. അതുകൊണ്ട് മനസ്സിനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുക, മനസ്സിനെ സമനിലയിൽ എത്തിച്ചുകൊണ്ടിരിക്കുക, മനസ്സിനെ സമനിലയിലാക്കുക. പോട്ടെ, പൊയ്ക്കോട്ടെ, എനിക്കത് വേണ്ട, ഞാൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പലതവണ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് നല്ല ഒരവസ്ഥയിലേക്ക് വരാൻ പറ്റും. മനസ്സിലായില്ല? ഇപ്പോഴും നിരാശയിലിരിക്കുന്ന എനർജിയാണിത്. ഈ നാളുകാർക്കുള്ള ഒരു സ്വഭാവമാണ്. എല്ലായ്പ്പോഴും ലോ എനർജിയിലിരിക്കും, നിരാശയാണ്. എന്ത് കിട്ടിയാലും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരോടുള്ള സ്വഭാവം എങ്ങനെയായാലും എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ പോകും, അവിടെ നിന്ന് ചീറ്റിംഗ് ഉണ്ടാവും. ഇതൊക്കെ നിരാശ നിറയ്ക്കുന്ന എനർജിയാണ്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഉള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലായ്പ്പോഴും നന്ദി പറയുക. മനസ്സിലായിരുന്നു? നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും പറയാനോ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. ഇവിടെ നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ആവേശകരമായിട്ട് എന്തോ ഒന്ന് വരുന്നുണ്ട്. മനസ്സിലായി? ഈ ഒരു വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ വാൺസ് ഓഫ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയുടെ വളരെയധികം ആവേശത്തോടുകൂടി ചിലപ്പോൾ നിങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു വാർത്ത വരാനുള്ള എനർജിയാണ്. മനസ്സിലായി? ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് എനർജിയാണ്. ചിലപ്പോൾ അന്യ നാടുകളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മെസ്സേജ് വരാം, ഒരു കോൾ വരാം. അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ളതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന് പ്രോഗ്രസ്സിന് പറ്റിയ ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളതായിരിക്കണം. അതാണ് ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ എന്തോ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി എന്തോ കാര്യത്തിൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിന് അല്പം പോലും മാറ്റം വരുത്തുകയില്ല. അത് നല്ല ഒരു സ്വഭാവമാണ്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഉറച്ച തീരുമാനമായിരിക്കണം. കിങ് ഹൈ എനർജിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ ഹൈ എനർജിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവരും മാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഉറച്ച വാക്ക്, ഉറച്ച പ്രവൃത്തി, ഇതെന്തോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങളുടെ എനർജി തന്നെയാണ് ഈ വരുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കാണുന്നത്? ഈ ഒരു എനർജി നിങ്ങളിപ്പോൾ ഏതെങ്കിലും ജോലിക്ക് പോകുന്നതായിരിക്കും, ജോലിയിൽ വന്നു ചേരുന്നതാവാം. അതുമല്ല എങ്കിൽ എന്തോ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിലേക്ക് മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതായിരിക്കാം. ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തോ സ്വപ്നം കണ്ടിരിക്കുന്ന എനർജിയാണ്. എന്തോ ലഭിക്കണം, ഒന്ന് ലഭിക്കണം. പക്ഷെ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ ലഭിക്കാനുള്ളതിനെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അത് വന്നില്ല എങ്കിൽ സന്തോഷമില്ല. മനസ്സിലായി? ഇവിടെ പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഇവിടെ മറ്റെന്തോ വരാനുണ്ട്. എനിക്കത് ലഭിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ എനിക്ക് ലഭിക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിലിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ആയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പോരാല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ കിട്ടണം എന്നുള്ള വാശിയാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലായ്പ്പോഴും വരാം. ഏത് സമയത്തും ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാം. ഇത് ഡിവൈൻ ഗിഫ്റ്റാണ് വരുന്നത്. അപ്പൊ ഏതൊരു സമയത്തും നിങ്ങളിലേക്ക് ഈ ഒരു അനുഗ്രഹം വരാം. അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങളത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ
മനസ്സിൽ നിന്നും ആവശ്യമില്ലാത്ത നിരാശ കളയണം. വരുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയാൻ പറ്റുന്നത്. ദൈവം എന്താണോ നിങ്ങൾക്ക് അതിന് മുൻപും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തരുന്നുമുണ്ട് അല്ലെ. അപ്പൊ തന്നത് കൊണ്ടൊക്കെയും ഒരു തൃപ്തിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒന്ന് ആഗ്രഹിച്ചു, അത് കിട്ടിയില്ല, മറ്റെന്താണ് ലഭിക്കുന്നത്, അതിനെ കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടാൻ ശ്രമിക്കുക. എന്നിട്ട് അതിലൂടെ മുന്നോട്ട് പോവുക, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് ഇവിടെ പറയുന്നത്. ഒരു 10 ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ. കണ്ടില്ലേ, ഇവിടെ ചക്രാസ് എല്ലാം ബ്ലോക്ക് ആയിരിക്കുന്നു. അപ്പോൾ ഒരു വലിയൊരു പതനം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ചക്രാസ് എല്ലാം ബ്ലോക്ക് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ശരിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത് ഹീലായിക്കൊണ്ട് വേണം മുന്നോട്ട് ഇനി വരാൻ. അപ്പൊ ഇത് ഹീലാവാൻ വേണ്ടി, എല്ലാ ചക്രാസും ഒന്ന് ഹീലാവാൻ വേണ്ടി കുറേ സമയമെടുക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ആരോ കരുതി കൂട്ടി ചെയ്ത ചില പ്രവർത്തികളാണ്. ആരോ നിങ്ങളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ സമൃദ്ധി ഐശ്വര്യം ഒക്കെ കണ്ടിട്ട്, നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടിട്ട് ആരോ നിങ്ങളെ നിങ്ങളെ ഒന്ന് തോൽപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ ആരോ ഒരു പണി നിങ്ങൾക്ക് തന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അതിൽ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഉള്ള ജോലി പോയി കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ഉണ്ടായി കാണും. മനസ്സിലായോ? അങ്ങനെ പല കാര്യങ്ങൾ, ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമായി കാണും. അങ്ങനെ പല വിധത്തിലുമുള്ള കാരണത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഇവിടെ നല്ല ഒരു ഹീലിങ്ങിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ 10 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം ഇവിടെ എന്താണ്, തീർന്നു കഴിഞ്ഞിരിക്കുന്നു, അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്കാണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു പുതിയ തുടക്കം ഇനി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കും, സ്ട്രെങ്ത് കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. ആണല്ലേ? അപ്പൊ അതിനേക്കാളും പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും, മുൻപന്തിയിലെത്താൻ, മറ്റുള്ളവരുടെ മുൻപന്തിയിൽ നിൽക്കാനുള്ള യോഗ്യത ലഭിക്കും നിങ്ങൾക്ക്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ഉള്ളതിനേക്കാളും നല്ല ഒരു ജോലി ഉണ്ടായിരുന്നു, അത് പോയി. ഇനി നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് വരുമ്പോൾ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിലും നല്ലതായിരിക്കും. എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ലതിന് വേണ്ടി ആയിരുന്നു എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്ത് സംഭവിച്ചാലും നിങ്ങൾ മനസ്സുകൊണ്ട് ഇതാണ് വിചാരിക്കുക, എനിക്ക് ഇത് സംഭവിച്ചത് എന്തായാലും നന്നായി, കാരണം ഇതിലും വലുത് എന്തോ എനിക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്, അതിനുവേണ്ടി യൂണിവേഴ്സ് എന്നെ പാകപ്പെടുത്തിയതാണ്. ഇതാണ് ചിന്തിക്കേണ്ടത്. സമാധാനം കൊടുക്കണം മനസ്സിന്, കേട്ടോ. അങ്ങനെ വേണം എല്ലാവരും, സന്തോഷമായിട്ടിരിക്കുക തന്നെ വേണം. അല്ലാതെ നിരാശയിലാണ്ട് ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കാൻ പാടില്ല. യൂണിവേഴ്സിന്റെ തീരുമാനമാണ് എനിക്കിപ്പോഴിത് സംഭവിച്ചു, എൻ്റെ കർമ്മയാണ്, ഇത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി ഞാൻ മുന്നോട്ട് പോകും. എനിക്കിനിയും നല്ല ദിവസങ്ങൾ വരാനുണ്ട്, എനിക്കിനിയും നല്ല കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. മനസ്സിലായി? ആ ഒരു വിശ്വാസത്തിൽ വേണം കഴിയാൻ. അതുകൊണ്ടാണ് ഇവിടെ വളരെയധികം പവർഫുൾ ആയിട്ട്, പഴയതിനെ അപേക്ഷിച്ച് വളരെയധികം പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. ഐശ്വര്യം വരുന്നുണ്ട്, ഇവിടെ സമൃദ്ധി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ജീവിതത്തിന് ഒരു ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. മൂൺ കാർഡ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ഇല്യൂഷനിലാണ്, മായയിൽപ്പെട്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ മായയിൽപ്പെട്ടിരിക്കുകയാണ്. മറ്റുള്ളവരെന്താണ് പറയുന്നത്, എനിക്കിങ്ങനെ മുന്നോട്ട് പോയാൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധിക്കുമോ, പേടിയാണ്, മനസ്സിൽ ഒരുപാട് പേടി, സൊസൈറ്റി ഫിയർ ഉണ്ടാകുന്നു, ആകാംക്ഷ ഉണ്ടാകുന്നു, എന്തൊക്കെയോ ചില അധമ വികാരങ്ങൾ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു. ഒന്നും മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള പല വികാരങ്ങളോടുകൂടി നിങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും അത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? മൂണിന് ഫുൾ മൂൺ ആയാലും ബ്ലാക്ക് മൂൺ ആയാലും അമാവാസി വന്നാലും എന്താണ്, ചേഞ്ച് വരുമല്ലോ അല്ല. ഇന്നത്തെ ഈ ഒരു അമാവാസിക്ക് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ചേഞ്ച് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ പുതിയ തുടക്കം വരുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ പുതിയ ഏസ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ദൂരയാത്രയാവാം, വിദേശത്ത് പോയുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള നോക്കിയിരിക്കുന്നവർക്ക് ഇതൊരു പുതിയ തുടക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ജോലി കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ വളരെ നല്ല എനർജിയാണ്, പുതിയൊരു തുടക്കമാണ്. നിങ്ങളത് ബുദ്ധിപൂർവ്വം നേരത്തെ ചിന്തിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ടാവണം. എന്തിനൊക്കെയോ ചില ക്ലാരിറ്റി കിട്ടാൻ നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടാവണം. ചില കാര്യങ്ങൾക്ക് തുടക്കം, ഒരു ഫ്രഷായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നിങ്ങൾക്ക്. മനസ്സിലായോ? ചില യാത്രകളാവാം. ഇതൊക്കെ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. അതായത് നിറഞ്ഞ സാമ്പത്തികത്തിൻ്റെതായ എനർജിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു എനർജി നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. 10 ഓഫ് പെന്റക്കിൾസിലെ 10 എന്ന് പറയുമ്പോൾ ഇവിടെ 1ന്റെ എനർജിയാണ്. പുതിയ തുടക്കം, സമ്പത്തിൻ്റെതായ പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഡബിൾ 1 നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ 10 ഓഫ് സോഡും വന്നിട്ടുണ്ട്, അതുപോലെ ഏസ് ഓഫ് സോഡ് 111 വന്നിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് കരുതാം. എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും വരാനുള്ള സമയമായിരിക്കുന്നു. നമുക്കിനി മൂൺ കാർഡ് ഒന്ന് എടുത്തു നോക്കാം, മൂണോളജി കാർഡ് ഒന്ന് നോക്കാവേ. 1-2 കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം. നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്ന എനർജി എന്താണ് എന്ന് നോക്കാം. അമാവാസി എനർജി എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ. നമുക്ക് 2 അമാവാസിയുടെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നത്തിങ് വിൽ കം ഓഫ് ദിസ് സിറ്റുവേഷൻ എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. നിങ്ങൾ ചിലപ്പോൾ പേടിച്ചിട്ടിരിക്കുകയാണ്, എന്താണ്, അയ്യോ അത് വരുമോ, അത് ആ ഒരു തോൽവി വരുമോ, അല്ലെങ്കിൽ എനിക്കത് കിട്ടത്തില്ലയോ, ഇങ്ങനെയൊക്കെ ചില ചിന്തകളിലാണെങ്കിൽ, ചില എനർജി ലോ ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിലാണെങ്കിൽ അതൊന്നും നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ ഉള്ള സമയമല്ല. ഇപ്പോൾ അതൊന്നും വരുമെന്ന് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് 2 കാർഡ്സും വന്നിട്ടുണ്ട്. ന്യൂ മൂൺ ആണ് 2ഉം വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അമാവാസി എനർജിയാണ് 2ഉം വന്നിരിക്കുന്നത്. എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് എന്നാണ്. കണ്ടില്ലേ? ഇവിടെ പല കാർഡുകളിലും നമുക്ക് ന്യൂ സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂ സ്റ്റാർട്ടാണ് വന്നിരിക്കുന്നത്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അത് ജോലിയാവാം, അതുപോലെ മറ്റേതെങ്കിലും കാര്യമാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ന്യൂ സ്റ്റാർട്ട്, പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇവിടെ യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ്. ന്യൂ മൂൺ ഇൻ ക്യാൻസർ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഫുൾ മൂൺ എനർജി, ന്യൂ മൂൺ എനർജി. അതായത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്നവരും സേഫാണ് ഈ ഒരു സമയത്ത്. മനസ്സിലായി? ഈ ഒരു എനർജിയിൽ, അമാവാസിയുടെ ഈ ഒരു എനർജിയിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവരും സേഫാണ്, സുരക്ഷിതരാണ്. അതുകൊണ്ട് സന്തോഷമായിരിക്കൂ എന്നുള്ളതാണ് നമുക്ക് മൂണോളജി വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി വന്നിരിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? വളരെ നല്ല എനർജി അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഇനി പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ.